എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നിയൊരു വീഡിയോ ആണ്. ശരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മുൻവിധിയോടുകൂടിയൊന്നും ആരും വീഡിയോ കാണാനായിട്ടിരിക്കരുത്. പലരും ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വീഡിയോ കാണാണ്ട് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത് ദയവേത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. പലരും വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഹായ് കൊള്ളാം അടിപൊളി എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് മനസ്സിലാവും. പല വീഡിയോകളും കാണുമ്പോൾ വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്, പ്രവാസ ജീവിതം അനുഭവിച്ച് നരകയാതന അനുഭവിക്കുന്ന പലരും ഉണ്ട്. ഒരുപാട് കഷ്ടപ്പാടിനിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും അവരവർ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ, ചിലപ്പോൾ ഒരു റൊട്ടയൊക്കെ തിന്നിട്ടായിരിക്കും ഉള്ള പൈസ എല്ലാം ശേഖരിച്ച് നാട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ട് അയച്ചു കൊടുക്കുന്നത്. ഇത് കിട്ടിയ പാതി കിട്ടാത്ത പാതി പെണ്ണുങ്ങൾ എന്തു ചെയ്യും? പൈസ കിട്ടിയ ഉടനെ കക്ഷത്തൊരു പുട്ടൽ ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട് നേരെ ബാഗിൽ പോകും. ഇപ്പോൾ ബാഗിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇപ്പം എല്ലാവർക്കും പൈസ മാറാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഗൂഗിൾ പേ ആണ്. അപ്പോൾ അതുകൊണ്ട് പൈസ കൊണ്ടുപോയി എന്ത് വേണമെങ്കിലും അർമാദിക്കുന്നതിന് ബാങ്കിൽ പോവേണ്ടേ, ATM പോവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ പൈസ വരാത്ത പാതി നേരെ പോവും, ഒരു ഓട്ടോയും വിളിച്ചിട്ട് നേരെ പോയി ഡ്രസ്സെങ്കിൽ ഡ്രസ്സ്, പെർഫ്യൂമെങ്കിൽ പെർഫ്യൂം, ബേക്കറിയിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്യും. കുറേ അടുത്ത മാസം വരുന്നത് വരെ നിൽക്കണ്ടേ. അങ്ങനെ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോകും മിക്ക സ്ത്രീകളും. എല്ലാവരുടെയും കാര്യമല്ല, അതിൽ കടമൊക്കെ കയറി ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന കുറേ പേര് കാണും. അവർക്ക് ഈ കിട്ടുന്ന പൈസയൊക്കെ ഊറ്റി ഉറുമ്പി തിന്ന പാതി തിന്നാത്ത പാതി കൊണ്ടുവന്ന് പലിശക്കാർക്ക് കൊടുക്കും. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് കിട്ടുന്ന പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് കൊണ്ട് നടന്ന് ദൂർത്തടിച്ച് നശിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യമാണ്. അപ്പോൾ അത് പറയാൻ കാരണം ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഇതുപോലെയാണ് ഓരോ പുരുഷന്മാരും അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അവരുടെ കഷ്ടപ്പാട് എത്രയാണെന്ന് പോലും നമ്മൾ ചോദിക്കില്ല. നമ്മൾ ഫോൺ വിളിക്കാൻ പുള്ളിക്കാരൻ ഒരു ഇത്തിരി താമസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ 2 വട്ടം ഫോൺ വിളിച്ചാലും 10 വട്ടം വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാട് പേരുണ്ട്. അവർ വിചാരിക്കും ഇന്ന് ഇത്ര മണിക്ക് സാധാരണ എന്നെ വിളിക്കുന്നതാണല്ലോ, വിളിച്ചില്ലല്ലോ, അവിടെ കിടന്നടിക്കട്ടെ എന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ ഒരു 2 വട്ടം പുള്ളിക്കാരനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വിചാരിക്കും ഇനി കുറേ വട്ടം ഇങ്ങോട്ട് കിടന്ന് വിളിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ അവരറിയാതെ പോകുന്നതാണ് ഈ പാവപ്പെട്ടവന്മാരുടെ കഷ്ടപ്പാടുകൾ. അവരവിടെ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ അവരിന്ന് സന്തോഷത്തിലാണോ? എത്ര പേര് തിരക്കും? അത് ഭാര്യമാർ തിരക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊക്കെ തിരക്കുമായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടായോ എന്ന് എത്ര പേര് ചോദിക്കും? എനിക്കറിയില്ല. അങ്ങനെ ചോദിക്കുമോ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സഹോദരൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം, ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച്. എൻ്റെ ഫോണിന് കുറച്ച് വോളിയം കുറവാണ്. എനിക്ക് ഇത് ശബ്ദം കേൾക്കുന്നില്ല എന്ന് പരാതിയുള്ളവർ എനിക്കൊരു ഫോൺ അയച്ചു തന്നാൽ മതി കേട്ടോ, ആ പ്രശ്നം പരിഹരിക്കാം. ഞാനിന്റെ പണിക്കാരൻ ചെറുക്കനൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കാണ്. കാരണം കുറെ നേരം ഉണ്ടാവും എന്നെ കാണാതായിട്ട്. ഞാനച്ച റൂം വൃത്തിയാക്കാണ്. കാരണം ഇതൊക്കെയാണ് ബോംബെന്റെ അവസ്ഥ. ഇവിടൊക്കെ റൂം 8000 രൂപ വാടകയ്ക്ക് കൊടുത്തപ്പോൾ താമസിക്കണേ, ഇന്നത്തെ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ. ഓരോ മനുഷ്യന്മാർ കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് ആ പാവങ്ങൾ കഷ്ടപ്പെടുന്നതും അവരുടെ ജീവിതം, അവരെ കൊട്ടാരം എന്താണെന്നുള്ളത് പോലും മറ്റുള്ളവർ അറിയുന്നില്ല. കാരണം നാട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ പോലും അറിയുന്നില്ല. കാരണം വെച്ചാൽ അവരൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അവരെ ചെയ്യണം. അവർക്ക് നല്ല വീടും ഒക്കെ ഓരോ മനുഷ്യന്മാരും ഈ പറഞ്ഞാൽ ഞാനുണ്ടാക്കിയേക്കണ്. എല്ലാവരും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പലരോടും കടം വാങ്ങിയിട്ടും പിടിച്ചിട്ടും ആരോടും പറയാതെ മനസ്സിനുള്ളിൽ അനവധി വേദനകളൊക്കെ സഹിച്ചിട്ട് അവിടുന്ന് ഇവിടെ നമുക്ക് ഈ കടം വന്നിട്ട് ഓർമ്മ വീടിൻ്റെ സ്വപ്നമാണ്. അപ്പോൾ മനുഷ്യന്മാർ കാലങ്ങളോളം സ്വപ്നം കണ്ടിട്ട് അവിടുന്ന് കടം വാങ്ങിയിട്ട് ഓരോരുത്തർ വീട് വെച്ചിട്ട് ആ വീട്ടിൽ പോയിട്ട് നമുക്ക് ആർക്കും പോയിട്ട് കൊല്ലങ്ങളോളം സ്വർഗത്തിൽ പോയി കഴിയാൻ പറ്റുന്ന വെച്ചാൽ ഇവർ വന്ന ഒരു കൊല്ലത്തിനുള്ളിൽ 2 മാസം, 2 കൊല്ലത്തിനുള്ളിൽ 2 മാസം അല്ലെങ്കിൽ 1 മാസം അപ്പോൾ നമുക്ക് വേഗം കണ്ണത്തെ രാജ്യത്തേക്ക് പ്രവാസി ലോകത്തേക്ക് വരണം.
എന്നിട്ട് അവിടെ വരുന്ന സമയത്ത് ഞങ്ങളെ മനസ്സിനുള്ളിൽ എത്രമാത്രം സങ്കടം ഉണ്ടെന്ന്. കാരണം നാടിട്ട് വരുമ്പോൾ കാരണം പോണതോ അതായാലും വല്ല ദുരിതമല്ല മൂട്ട വന്ന് കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പം ഞാൻ ഇവിടെ ഞാൻ തന്നെ കുത്തി പൊളിച്ച് നേരെ എന്നാണ് ഞാൻ 10,000-20,000 15,000 കൊടുത്ത് നേരെ. അപ്പോൾ ഇതാ ആ നായി വന്നിട്ട് ഓരോന്ന് എന്തൊക്കെ ഒരു സിമെന്റ് തൊട്ട് ഇങ്ങനെ എന്തൊക്കെ കാട്ടിക്കുത്തി പോയി ഇവിടെ 2 കൊല്ലം കൊണ്ട് അതിലാകെ പോയി. എന്നിട്ട് ഞാൻ രണ്ടാമത് കുത്തി പൊളിച്ചപ്പോൾ ഞാൻ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റുമോ നോക്കുന്നത്. ഇതിൻ്റെ റൂമിൽ ഞാൻ വാടകയ്ക്ക് എടുത്ത റൂം. പക്ഷേ ഇതുപോലെ നിരവധി ആൾക്കാർ ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾ സ്ത്രീകൾ അറിയണില്ല. ഓരോ കെട്ടിയുടെ ഭർത്താക്കന്മാർ കണ്ണിയാണ്ട് രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നതും ഇടങ്ങാറാവണമെന്നും അവര് നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളെ വേദനിപ്പിക്കരുത്. പൊതുവെ ഭർത്താക്കന്മാരെ കാരണം അവരൊന്നും പറയില്ല. കാരണം മറ്റുള്ളവർക്ക് ഇതിപ്പോ ഈ കോലത്തിലൊന്നും ഞാനടുത്ത് വീഡിയോ വിടാൻ പാടില്ല. കാരണം എന്താണ് അങ്ങനത്തെ ഞാൻ വിടന്നെ ചെയ്യും. കാരണം വെച്ചാല് ആരും വിടൂല അങ്ങനെ. കാരണം വെച്ചാൽ മോശമല്ല. ആൾക്കാർ കണ്ടാല് നമ്മളെ വില പോകും. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ജയിച്ചും പേരിട്ട് കിടക്കുന്ന ഒരു വില ഉണ്ട്. ആ വില പ്രകാരം നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് പിരിവിനിങ്ങനെ എരി പോവുക. 500, 5000, 4000. കാരണം എന്താണ് നമ്മൾ ജീൻസും പേരിട്ടിട്ട് നല്ല അടിപൊളിയിൽ നടക്കുക. കാരണം നമ്മളെ അവസ്ഥ നമുക്ക് അറിയാതെ നമ്മൾ കണ്ടെത്ത രാജ്യത്ത് ആരും കാണാതെ പോയിട്ട് ഇങ്ങനെ കടങ്ങാറായിട്ടും ഇവിടെ കയറിത്തോട്ടും മൂട്ടറെ കടി കൊണ്ടിട്ടും മറ്റുള്ള കടി കൊണ്ടിട്ടും അങ്ങനെ പോയിട്ട് നമ്മൾ നാട്ടിൽ ജീൻസും പേരിട്ട് നടന്ന അവിടെ ഉള്ള ആൾക്കാരൊക്കെ പല കൂടി പിരിവിന് 5000, 10,000 പ്രവാസികൾക്ക് വേണ്ടിയിട്ട് 4000. ഇതൊക്കെ തന്നെയാണ് ഞാനിതാ എന്റെ ജീവിതം. ഞാൻ ലോകത്ത് എന്തുണ്ടെങ്കിലും എന്റെ ജീവിത ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്ത് പറഞ്ഞിട്ടും കാര്യം അല്ല. ഞാൻ വേണ്ട പ്രത്യേകം തമാസക്ക് ഓരോന്നും നേരിയും വീഡിയോ കൊടുത്ത് വിടുന്നില്ല. കാരണം ഞാൻ 47 വയസ്സായി. എനിക്ക് 47 വയസ്സായി. അപ്പൊ 7 വയസ്സ് ബോംബേക്ക് വന്ന ഒരാളാണ്. എന്റെ വാപ്പ ചെറുപ്പം ഒരു കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ ആയി വന്നിട്ട് ഇവിടെ ഒരു 8,000 രൂപ വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. ഇതൊക്കെയാണ് എന്റെ ഞാൻ ഇവിടെ കിടന്നു കൊടുക്കുന്നത്. ഇതാ ഞാൻ ഇറങ്ങണ ഭൂമിയാണ്. ഇതിലൂടെ ചിലപ്പോൾ മരിച്ച ഒരു മനുഷ്യൻ മയ്യത്ത് കൊണ്ടാണ് കാര്യം. എന്തായാലും അള്ള കാക്കട്ടെ. എന്തായാലും പണി തുടങ്ങട്ടെ. ഞാൻ ചെറുക്കർക്ക് വേണ്ടി വീഡിയോ എടുത്ത് വിട്ടില്ല. അങ്ങനെ ഒരു ഞാൻ യൂട്യൂബിലെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും കൂടി ഞാൻ വിട്ടു കൊടുക്കാൻ വിചാരിച്ചു. ആരും എന്നോട് വെറുപ്പം തോന്നണ്ട. ഓരോരുത്തർ പ്രവാസികളെ ജീവിതം അതൊക്കെ നാട്ടിൽ ചെന്നിട്ട് പെണ്ണുങ്ങൾ ചെന്നിട്ട് ഭർത്താക്കന്മാരെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. ആ പാമ്പ് കണ്ടിട്ട് കഞ്ഞികളെന്തിലൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു. കൂടുതൽ പറഞ്ഞ ജഗനോട് വെറുപ്പാവും. ഇത് 15/4/2025 വീഡിയോ. കല്യാണം കഴിച്ച് സോഷ്യൽ കണ്ടില്ലേ, ഒന്നും പറയാനില്ല. ഇതുപോലെയാണ് ഓരോ സഹോദരങ്ങളും കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്നത്. അവർ തിന്നോ കുടിച്ചോ എന്നൊന്നും നമ്മൾ ആരും തിരക്കില്ല. ഇങ്ങോട്ട് വരുന്ന മാസം നോക്കിയിരിക്കും. 30-ാം തീയതി ആയോ പൈസ മാറാൻ വേണ്ടിയിട്ടേ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ 30-ാം തീയതി ആയോ 1-ാം തീയതി ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പൈസ വരാൻ താമസിക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ച് 4 ചീത്തയും വിളിക്കും. പൈസ വന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്. എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യമല്ല, ഒരുപാട് പേരും അങ്ങനെയുള്ളവരും ഉണ്ട്. അവരെ മാത്രമാണ് പറയുന്നത്. എന്തായാലും വല്ലാത്ത കഷ്ടമാണ് അവരുടെയൊക്കെ ജീവിതം. എന്നാൽ നാട്ടിൽ വരുമ്പോൾ ഇവർ പെർഫ്യൂമൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ഫാമിലി ഒത്തൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും അറിയോ ഈ ഒരു കഷ്ടപ്പാടിനെ പറ്റി? കടവും ഇടവും മേടിച്ചിട്ട് വീടും പുരയിടവും ഒക്കെ മേടിക്കും. ആ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരന്മാർ മൊത്തവും ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടും അന്യ നാട്ടിൽ പോയിട്ട്. എന്നിട്ട് സ്വന്തം വീട്ടിൽ ഈ ആഗ്രഹിച്ച് വെക്കുന്ന കൂരയിൽ വന്നിട്ട് എത്ര ദിവസം അവർ താമസിക്കുന്നത്? 2 വർഷത്തിൽ ചിലപ്പോൾ ഒരു 2 മാസമോ 1 മാസമോ വന്ന് താമസിച്ചിട്ട് പോകും. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട്. എത്ര പേര് സ്വന്തം അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നവരുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ട് കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. കൊടുക്കുന്നവരും കാണും. അപ്പോൾ എന്ത് കഷ്ടപ്പെട്ടാലും ഇനി അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഫാമിലിക്ക് എന്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും അവരെ കഷ്ടപ്പാടിൻ്റെ 3/4 ഭാഗവും ഭാര്യയ്ക്കും മക്കൾക്കും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല, അല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ചില പെണ്ണുങ്ങൾ ഈ ഭർത്താവ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണം അയക്കും. ആ പണവും കൊണ്ട് കണ്ടവൻ്റെ കൂടെ കറങ്ങാൻ പോവും. അതിനുശേഷം എന്തെന്ന് പുള്ളിക്കാരന്മാർ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെണ്ടാട്ടി അവിടെ കാണില്ല, ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകും. അതല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ ചില അവളുമാരെങ്കിലും ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോവും. അല്ലെങ്കിൽ വേണമെങ്കിൽ കാമുകൻ്റെ കൂടെ പോകാനായിട്ട് ഈ കെട്ടിയോനെ വിഷം കൊടുത്ത് കൊല്ലുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്.
നമ്മൾ അങ്ങനെയുള്ള വാർത്തകളിൽ എത്രയോ കേട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, വല്ലാത്ത കഷ്ടപ്പാടാണ് ഇവരുടെ ജീവിതം. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഒരിത്തിരി നേരം ഫോൺ വിളിച്ചില്ലെന്ന് കരുതിയിട്ടോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ അവർ ചിലപ്പോൾ നമ്മളോട് വെറുതെ അനാവശ്യമായിട്ട് തട്ടിക്കയറും. അവരുടെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു സങ്കടവും ആ ഒരു ദേഷ്യവും വീട്ടിൽ വരാൻ പറ്റാത്തതിൻ്റെ വിഷമവും ഒക്കെ കൊണ്ടായിരിക്കും. ചെറിയ കുട്ടികളായ മക്കളെ നാട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ അവരോട് തട്ടിക്കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നതിന് പരിധിയില്ലേ? വയസ്സായ അച്ഛനോടോ അമ്മയോടോ പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭാര്യമാരോട് മാത്രമേ പറയാൻ പറ്റൂ. അത് തെറിയായാലും സ്നേഹമായാലും എന്തായാലും സങ്കടമായാലും അത് മനസ്സിലാക്കുക. അവരകാരണമായിട്ട് നമ്മളെ അടുത്ത് കൂടുതൽ ദേഷ്യം കാണിക്കുമ്പോൾ അവരോട് 10 തിരിച്ചങ്ങോട്ട് പറയാൻ നിൽക്കരുത്. പകരം കുറച്ച് സമയം നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരുന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കുക, എന്തായിരുന്നു അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെടാനുണ്ടായ സാഹചര്യം? എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് സ്നേഹത്തോടു കൂടി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസമാകും. ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഒരുപാട് പറയണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ 11 മിനിറ്റിൽ കൂടുതലായിപ്പോയി. പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.